ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അനിയനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ എണ്ണ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക, ഒരു കുഞ്ഞു പീസ് പട്ടയും 4 ഗ്രാമ്പുമാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഉള്ളി കുഞ്ഞതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് സ്റ്റീർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിലെല്ലാം നന്നായി വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാണ് 10 മിനിറ്റ്. അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളത് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കി വന്നിട്ടത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് എല്ലാം ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1.5 സ്പൂൺ ജീരകം പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, സോറി, 1.5 സ്പൂണല്ല, അത് 1/2 സ്പൂണായിരുന്നു. ഇനി നമുക്ക് പെപ്പർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1.5 സ്പൂണാണ്. ഗൈസ്, ഇനി നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗൈസ്, അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ഗൈസ്, 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ. ഗൈസ്, നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്തത്. ഗൈസ്, നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച്. ഗൈസ്, അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനതിൽ 2 സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തള്ളി കൊടുക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കസ്തൂരി മെത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമുക്കൊരു 5 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, ഇത് ഇറക്കാൻ റെഡിയായി.